പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ ഒക്കെ വൈറലാവുന്നു. എനിക്ക് തോന്നുന്നു 2 ദിവസം ആ കുട്ടി എയറിലായിരുന്നു സത്യം പറഞ്ഞാൽ. നിങ്ങൾക്ക് ഒരു മനസ്സിലൊക്കെ ഞങ്ങളുടെ വീഡിയോയുടെ താഴെ കമന്റ് നോക്കിയിരിക്കുമായിരുന്നു. ഞാനും അച്ഛനും ഫ്രണ്ട്സും എല്ലാവരും എന്തെങ്കിലും നെഗറ്റീവ് കമന്റ് വരുവാണെങ്കിൽ അപ്പോഴേ സ്ക്രീൻഷോട്ട് ഒക്കെ അയച്ചേടാ ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് വളരെ മോശമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അപ്പം ഡിലീറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഇത്രയും ശ്രദ്ധിച്ച് ഇവളുടെ ഒരു വാക്ക് കേട്ടിട്ടും കൂടെയാണ്. കാരണം വെച്ചാൽ സെയിം ഏജ് ഉള്ള ഒരു ആളാണ്. അപ്പോൾ പറയുമ്പോൾ നമ്മളത് മാനിക്കണം. അപ്പോൾ അങ്ങനെ എല്ലാ കമൻസും നമ്മൾ ചെക്ക് ചെയ്തിട്ട് കൊച്ചിന് എന്തെങ്കിലും മോശം വരുന്നുണ്ടോ എന്നുള്ള രീതിയിലായിരുന്നു ആദ്യത്തെ 2 ദിവസം 3 ദിവസം നമ്മൾ ഇതെല്ലാം ഡിലീറ്റ് ചെയ്താണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതെടുത്ത് റീപോസ്റ്റ് ചെയ്യുന്നവർ അടിയിൽ വരുന്ന കമന്റിനൊന്നും ഞാൻ ഉത്തരവാദി ആയിക്കില്ലല്ലോ. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ എനിക്ക് തോന്നുന്നു അബദ്ധങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടിയും അവരുടെ ഭാഗത്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്തോ ആരെങ്കിലും പറഞ്ഞിട്ടാണോ എന്നറിയില്ല. ഒരുപാട് ഇന്റർവ്യൂസ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അല്ല, ആ കുട്ടി ഞാൻ ഇന്നലെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടതിൽ ഞാൻ പറയുന്നുണ്ട്, ആ കുട്ടി മറ്റുള്ള കാര്യങ്ങളിൽ ക്വാളിറ്റി ഉള്ളൊരു കുട്ടി ആയിരിക്കാം മേ ബി. പക്ഷെ ആ കുട്ടിക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. അബദ്ധം പറ്റിയെങ്കിൽ ആ കുട്ടിക്ക് അത് അംഗീകരിക്കാം, അല്ലെങ്കിൽ തെറ്റ് പറയാമെന്നുള്ളൊരു ഒറ്റ ഓപ്ഷൻ ഉണ്ട്. അത് ഇപ്പം ഞാനാണെങ്കിൽ ചെയ്യും, അദ്ദേഹമാണെങ്കിലും ചെയ്യും. ചെയ്യാത്തിടത്തോളം ഞാൻ പിന്നെ എന്താ ചെയ്യുക? ആ കുട്ടിക്ക് വേണ്ടത് വേറെ എന്തൊക്കെയോ ആണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഇപ്പോൾ വെള്ളപൂശി റോങ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. കുട്ടി ഓക്കെ ആവും, അല്ലെങ്കിൽ കുട്ടിയുടെ ഇമേജ് സമൂഹത്തിൽ ഓക്കെ ആവും എന്നുള്ള മൈൻഡ് ആയിരിക്കും.